ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് പഴയ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ചത് ഒരു ഗണപതിയാണ്. അത് ഞാൻ ഈ ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ചെയ്തതാണ് കേട്ടോ. ഇത് കൃഷ്ണനും രാധയാണ്, പക്ഷെ ഇത് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചു. പിന്നെ ഇത് ഞാനൊരു മ്യൂറൽ പെയിൻറ്റിങ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ, ഒരു മരം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്തു. ഇത് പിന്നെ എന്തോ ഒരു സാധാരണ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ എന്തോ ഞാൻ സ്ക്രിബിൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ മിഠായി കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു കവറാണ്, അതിൻ്റെ ഒരു റാപ്പറാണത്. അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി. ഇത് ഒരുപാട് വർഷമായി ഫ്ലവേഴ്സ് ഉണ്ടാക്കി. ഇത് ഞാൻ 9th-ലോ 10th-ലോ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്, ഈ ബോളിൻ്റെ മുകളിലുള്ള സീക്വൻസ് പോലെയുള്ള വർക്ക്. ഞാൻ പക്ഷേ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. സീക്വൻസ് വെച്ചിട്ട് ചെയ്യും, അത് കുറച്ചും കൂടി നല്ല ഭംഗി. ചെറിയ ബോളിൽ ചെയ്യും. ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസിൽ ക്രിക്കറ്റ് ബോളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. ഇത് പിന്നെ ഒരു ട്രീ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ടിങ്ങനെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. ഈ പൈനാപ്പിളൊക്കെ ഉണ്ടാക്കണത് ഒരുമാതിരി ഒരു പൈപ്പിൻ്റെ കവർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അതൊക്കെ ഇവിടെ കുറച്ച് ചെക്കന്മാരുണ്ട്, അവരതിൻ്റെ പണിയെല്ലാം എടുത്തിട്ടുണ്ട്. അതാണത്. ഇത് പിന്നെ പണ്ടൊരു മാറ്റ് മേടിക്കാൻ കിട്ടുമായിരുന്നു, ഇങ്ങനെ ഡോട്ടായിട്ട്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് ഡോളൊക്കെ ഉണ്ടാക്കും. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു കൊട്ട മാതിരിയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് വർഷമായി, കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഇങ്ങനെ ഷെൽഫിൽ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അതിന് ഷെൽഫ് ലൈഫ് വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പണി പോയായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോണത് അടുക്കളയിൽ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ഒരു ലേഡിയുടെ പിക്ചറാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കല്യാണ കത്തുകൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്ത് വെട്ടി എടുത്തിട്ട് ഈ ലേഡിയുടെ പിക്ചർ ആദ്യം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വരച്ച് അതേ ഷേപ്പിൽ ഇങ്ങനെ കല്യാണക്കത്ത് വെട്ടി. പല കളേഴ്സ് ഉണ്ടായിരുന്നു അത്, പക്ഷേ ഇപ്പോൾ ഒക്കെ ഒരേ കളറായിരുന്നു അതിൻ്റെ പ്രായം കൊണ്ട്. കാരണം അത് അത്രയ്ക്ക് വർഷമായിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ ബാക്ക് ഡോറാണ്, അപ്പോൾ അതിൻ്റെ പുകയും കരിയും എല്ലാം കൂടിയായിട്ട് ഇപ്പോൾ ഒരേ കളറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ വേറൊരു വയലറ്റ് കളറോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇടാം കേട്ടോ. ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ഞാനിടാം. ഇതാണ് ആ ഫോട്ടോ. ഇങ്ങനെയായിരുന്നു അത് ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ ഒക്കെ ഒരേ കളറായിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ വീടിൻ്റെ അവിടെ ഞാനിത് മുന്നേ ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു ട്രീ ഞാൻ ചെയ്തതാണ്. വൈറ്റ് സിമെൻറ്റും പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസും എല്ലാം കൂടെ കൂട്ടി അതിനൊരു ടെക്സ്ചറൊക്കെ കൊടുത്ത് ആ വോളിന് ഫസ്റ്റ് ഗ്രീൻ പെയിൻറ്റ് കൊടുത്തിട്ട് അതിന് ശേഷം ഞാനിങ്ങനെ വരച്ചെടുത്തതാണ് കേട്ടോ ഇത്. എന്നിട്ട് അതിന് മുകളിൽ ഓരോ ടെക്സ്ചർ വർക്ക്, ഇങ്ങനെ വേരുകളൊക്കെ സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റും അതൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മുകളിലാണ്. ശരിക്കും ആരും കാണില്ല, വീട്ടിലേക്ക് വരുമ്പോൾ ആരും കാണില്ല. പക്ഷേ ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇത് അമ്മയും അച്ഛനും കാണിച്ചു കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കുറച്ച് ക്ലിയറായിട്ട്. ഇതാണ് ആ ഫോട്ടോ. എങ്ങനെയുണ്ട്? ഇത് പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ തന്നെയാണ് എൻ്റെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത്, കണ്ടോ? മൊത്തം പേപ്പർ ഫ്ലവേഴ്സാണ്, അത് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബൊക്കെയാണ്. ഇത് ഫുള്ള് പേപ്പർ ഫ്ലവേഴ്സാണ്, അതുകൊണ്ടൊരു ബൊക്കെ ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അന്ന് ഞാൻ ഈ ക്ലേ ഓർണമെൻറ്റ്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലേ വെച്ചിട്ട് കമ്മലുകളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ അതിലത്തെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. ഇതും മറ്റേ റാപ്പർ വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്, ഒരു ഡ്രസ്സിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ.